കേരളത്തിൽ നിന്ന് ചെറുപ്പക്കാരായ ആളുകളെല്ലാം പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയും അവർ അവിടെ സെറ്റിലാവുകയും ചെയ്യും. കേരളം എന്ന് പറയുന്നത് കുറച്ച് പ്രായമായ ആളുകളുടെ ഒരു ഇടമായി മാറും എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്ന ഒരു വസ്തുത. കേരളത്തിലെ യുവജനങ്ങളെല്ലാം വിദേശത്തേക്ക് കയറി പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത്, എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരായ ആളുകൾ മുഴുവൻ ഇങ്ങനെ വിദേശത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ഈ ആളുകൾ മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്, നമ്മുടെ ഈ കേരളത്തിന് എന്തായിരിക്കും സംഭവിക്കുക? മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ നമ്മുടെ കേരളത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ തടയാൻ, ഈ പോകുന്നതിനെ തടയാൻ അല്ല, ഇതിനെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഏത് കാര്യങ്ങൾ ചെയ്താൽ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിൽ ഇവിടെ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പുറത്തേക്ക് പോകുന്ന ആളുകളെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ള ചിന്ത. ഇങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടത്. ഇതിൽ ആദ്യത്തെ കാര്യം, ഈ യുവാക്കളെല്ലാം എന്തുകൊണ്ടാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകണം എന്ന് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ആദ്യം മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലുള്ള വ്യത്യാസമാണ്. നമ്മളുടെ ഒരു ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് ഈ പല ആളുകളും നാട് വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്നും കോഴ്സിൻ്റെ നിലവാരമോ യൂണിവേഴ്സിറ്റിയുടെ നിലവാരമോ ഇതൊന്നും കൺസിഡർ ചെയ്യാതെ തന്നെ അവിടെ പോയി ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് ആ രാജ്യത്തിൻ്റെ ഭാഗമായി അവിടെ സെറ്റിൽ ആവണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം, അതായത് നമ്മൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ലോകത്തിൽ മുഴുവൻ എന്ത് നടക്കുന്നു, അവിടെ എങ്ങനെയാണ്, അവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണ്, അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈലിലൂടെ ഈ ജനറേഷൻ എല്ലാവരും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താനായിട്ട് ഓക്കെ, ഈ രാജ്യം കൊള്ളാം, ഈ രാജ്യത്തേക്ക് പോയാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അത് നമ്മളുടെ നാട്ടിലെ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ അവർ സംതൃപ്തരല്ല എന്നുള്ളതിൻ്റെ ഒരു തുടർച്ചയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഈ യുവാക്കൾ പുറത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇവർക്ക് കിട്ടാത്തൊരു സ്വാതന്ത്ര്യം. നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണം, ഇയാൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകണം, ഇയാൾ എപ്പോൾ വീട്ടിൽ തിരിച്ചു വരണം, ഇയാൾ ആരെ പ്രണയിക്കണം, ഇയാൾ ആരെ കല്യാണം കഴിക്കണം, ഇങ്ങനെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാരും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെയാണ്. അപ്പോൾ വ്യക്തിപരമായി അയാൾക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ ഇവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇനി ഒരാൾക്ക് ഒരാളെ പ്രണയിക്കണമെന്ന് തോന്നിയാൽ, ഇനി പ്രണയിച്ച വ്യക്തിയുടെ കൂടെ കുറച്ച് സമയമൊന്ന് ചിലവഴിക്കണമെന്ന് തോന്നിയാൽ, അയാളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വേണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു പാർക്കിൽ പോയിരുന്നാൽ അല്ലെങ്കിൽ ഒരു ബീച്ചിൽ പോയിരുന്നാൽ, ഇനി അതല്ല ഒരു സ്വന്തം വണ്ടിയിൽ കറങ്ങി നടക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട് അതിനെ സമ്മതിക്കില്ല. അപ്പോൾ ഇവരുടെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളിലും കയറി സമൂഹം ഇടപെടുന്നു, നാട്ടുകാരിടപെടുന്നു, വീട്ടുകാരിടപെടുന്നു. കല്യാണം കഴിക്കണമെന്ന് അയാൾ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ട വ്യക്തിയെ തീരുമാനിക്കുന്നത് വീട്ടിലെ അച്ഛനും അമ്മയും അമ്മാവന്മാരും എല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ ഇവരെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ പോലെയല്ല. ഇപ്പോൾ ഈ ലോകത്തൊക്കെ എന്താ നടക്കുന്നത്, ഓരോ രാജ്യങ്ങളുടെയും ജീവിത ശൈലി എന്താണ്, അവിടുത്തെ സിസ്റ്റം എന്താണ്, അവിടുത്തെ ജീവിതത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ്സ് എന്താണ്, അവരുടെ ജീവിതം ആസ്വദിക്കുന്ന രീതികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം കയ്യിലിരിക്കുന്ന മൊബൈലിൽ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം കുറവുകൾ, നമ്മളുടെ സ്വാതന്ത്ര്യമില്ലായ്മകൾ ഇവർ ഓരോ ദിവസവും കണ്ടെത്തുന്ന സമയത്ത് അവർക്കതുണ്ടാക്കുന്ന ഒരു മാനസികമായ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ മാത്രമല്ല, ഏതൊരു ജീവിയാണെങ്കിലും അവർക്ക് കംഫർട്ടബിൾ ആകുന്ന ഒരു സോണിലേക്ക് പലായനം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ആളുകൾക്ക് ഈ പുറം രാജ്യങ്ങളുടെ പച്ചപ്പിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹം തോന്നുന്നതിൻ്റെ മറ്റൊരു കാരണം എന്ന് വെച്ചാൽ, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ, നമ്മളുടെ നാട്ടിലെ ഈ ആളുകളെ പറഞ്ഞു വിടുന്നതിൽ നമുക്ക് തന്നെ വലിയ ഒരു റോളുണ്ട് എന്നർത്ഥം. നമ്മളുടെ സമൂഹത്തിന് ഒരു വലിയ റോളുണ്ട് എന്നർത്ഥം. ഇനി അടുത്ത ഒരു കാരണം എന്താണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ പഠിക്കുന്നതിനും ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കുന്നതിനുണ്ട്. ഈ പൈസയെല്ലാം മുടക്കി പഠിച്ചു കഴിഞ്ഞ്
ബിടെക് കഴിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബി.എഡും എം.എഡും കഴിയുന്ന ആളുകൾക്കൊക്കെ നമ്മൾക്ക് എത്രമാത്രം ശമ്പളം നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഈ ലക്ഷങ്ങളാണ് ഓരോ കോഴ്സിനും ലക്ഷങ്ങൾ മുടക്കി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ബിടെക് കഴിഞ്ഞ അയാൾക്ക് 15,000 രൂപ 20,000 രൂപ ശമ്പളം കിട്ടിയാൽ മതിയോ? ലക്ഷ്യങ്ങൾ കൊടുത്ത് പഠിച്ച ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചതിന് ശേഷം അയാളുടെ തുടക്ക കാലഘട്ടത്തിൽ അയാൾക്ക് 15,000 രൂപയോ പല സ്ഥലങ്ങളിലും 10,000 രൂപയ്ക്കുമൊക്കെ ജോലി ചെയ്യുന്ന ബിടെക്കുകാരെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ഈ നാട്ടിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുമോ? ബി.എഡും എം.എഡും കഴിഞ്ഞ ടീച്ചർ ആവണമെന്നുള്ള ആഗ്രഹത്തിൽ നെറ്റും ഈവൻ PhD വരെ കഴിഞ്ഞ ആളുകൾ നമ്മുടെ നാട്ടിൽ 10,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടെന്നേ. അങ്ങനെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് 10,000-ഉം 15,000-ഉം 20,000-ഉം അല്ലെ അങ്ങേയറ്റം 25,000 രൂപയും മാത്രം ശമ്പളം മേടിച്ച് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്താൽ അവർക്കൊരിക്കലും ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇവർ പുറം രാജ്യങ്ങളിലേക്ക് അന്വേഷിച്ച് പഠനത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയിട്ടും ഒക്കെ പോകാൻ തയ്യാറാവുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ കോഴ്സുകൾ ഓരോ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന പല കോഴ്സുകളും അപ്ഡേറ്റഡ് അല്ല. ഇപ്പോൾ ഈവൻ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് +2ലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ നമ്മളുടെ നാട്ടിലെ ഓരോ കൊച്ചു കുട്ടിയും സംസാരിക്കുന്ന സമയത്ത് പോലും അവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്താൽ ഇപ്പോഴും അവിടെ MS വേർഡും ഇനി ഏറ്റവും അങ്ങേയറ്റം C++ ഒക്കെ പഠിപ്പിക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷൻ ഒരിക്കലും അപ്ഡേറ്റഡ് ആവുന്നില്ല. നമ്മൾ ഒരു 10 ഇയേഴ്സ് എങ്കിലും മിനിമം പുറകിലാണ് നമ്മളുടെ എപ്പോഴും സിലബസുകളുമെല്ലാം. അപ്പോൾ ഒരു ഏറ്റവും അപ്ഡേറ്റഡ് ആയി ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതും ഇങ്ങനെ ആളുകൾ പുറത്തേക്ക് പോകുന്നതിന് ഒരു കാരണമാവുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകണമെന്ന് ചിന്തിക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റം, ഈ സിസ്റ്റത്തോടുള്ള ഒരു വിയോജിപ്പുണ്ട്. ഇവിടെ ഈ കാണുന്ന പല കാര്യങ്ങളും മാറാനൊന്നും പോകുന്നില്ല, നമ്മളിവിടെ നിന്ന് അങ്ങ് മാറുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്നൊരു വലിയ വിഭാഗമുണ്ട്. അവർക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് മറ്റെവിടെയെങ്കിലും എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, എല്ലാ കാര്യങ്ങളെയും ഓരോ നിസ്സാര കാര്യങ്ങളെയും വർഗീയമായി ഒക്കെ വേർതിരിച്ച് കാണുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകളും പോസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയാണ്, ഇത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു കാഴ്ചപ്പാടാണ് ഇത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പല കോളേജുകളിലും പഠിപ്പിക്കുന്ന സമയത്ത്, ട്രെയിനിങ്ങുകൾ എടുക്കുന്ന സമയത്ത്, അവരുമായി സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായേക്കുന്നൊരു സത്യമെന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് യാതൊരുവിധ താല്പര്യമുള്ള കാര്യങ്ങളല്ല നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അത്തരം വർഗീയമായ ചിന്തകളോ എല്ലാ വിഷയങ്ങളെയും ആ രീതിയിൽ കാണാനൊന്നും ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, ആ ചെറുപ്പക്കാരായ ആളുകൾ അത് ആഗ്രഹിക്കുന്നില്ല. അവർക്കിതൊക്കെ കാണുമ്പോൾ അതിനോടൊക്കെ ഒരു മടുപ്പാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന സിസ്റ്റവും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണോ അവരൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ നിന്ന് വളർന്നു വരുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർക്കൊന്നും ഈ വിഷയത്തോടൊന്നും തീരെ താല്പര്യമില്ല, അവരാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല ആളുകളും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടരിവിടെയുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പമൊക്കെ തന്നെ തീർച്ചയായിട്ടും ഒരു ഫാൻസി ലോകത്തെ സ്വപ്നം കണ്ട്, അതായത് റിയാലിറ്റിയിലല്ലാണ്ട് ഒരു ഫാൻസി ലോകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ സിനിമകളിലൂടെയും അല്ലാത്ത മറ്റ് പല വീഡിയോകളിലൂടെയും ഒക്കെ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളെ കാണുകയും അപ്പോൾ അതിനോടുള്ളൊരു അതിൽ പ്രാക്ടിക്കലായി പലതും ചിന്തിക്കാതെ അതിൻ്റെ ഒരു ഫാൻസി ലോകത്തേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ചില ആളുകളൊക്കെ ഈ വിദേശത്തേക്ക് പോകുന്നുണ്ടെന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇപ്പോൾ ഈ വിദേശത്ത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക രാജ്യങ്ങളിലും തണുപ്പാണ്. അപ്പോൾ അവിടെ വളരെ സാധാരണക്കാരായ ആളുകൾ പോലും ഒരു ജാക്കറ്റും ഒക്കെ ഇട്ടാണ് നടക്കുക. അതുപോലെ അവിടുത്തെ ലാൻഡ്സ്കേപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു പാർക്കിനേക്കാളും ഒക്കെ വളരെ മനോഹരമായ രീതിയിലാണ് അവിടുത്തെ വെറുതെ സാധാരണ കിടക്കുന്ന പല ലാൻഡ്സ്കേപ്പുകളൊക്കെ. അപ്പോൾ അത്തരം ലാൻഡ്സ്കേപ്പുകളും ഇത്തരം ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വലിയ ഒരു നടക്കുന്ന ആളുകളെയൊക്കെ കാണുന്ന സമയത്ത് ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ചില തെറ്റായ ചിന്തകൾ കൂടിയും ഇവരെ വിദേശത്തേക്കൊക്കെ എത്തിക്കുന്നതിന് ഒരു കാരണമാകുന്നുണ്ടെന്നുള്ളത് ഒരു ചെറിയ സൈഡാണ്. ഞാനൊരു മെജോറിറ്റിയെക്കുറിച്ചല്ല പറയുന്നത്, ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകൾ അങ്ങനെയും വിദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് ഒരു കാരണമായി മാറുന്നുണ്ട്.
ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇവർ പുറത്തേക്ക് പോകുന്നതെങ്കിലും ഇവർ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ ഒരു 10ാം ക്ലാസ്സിന് ശേഷം അല്ലെങ്കിൽ +2-ന് ശേഷമുള്ള പല ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും ഇന്ന് സ്റ്റുഡൻസിന് കിട്ടാനില്ല. നമ്മളുടെ എയ്ഡഡ് കോളേജുകൾ, സാധാരണ ഡിഗ്രി കോഴ്സുകൾ നടത്തുന്ന എയ്ഡഡ് കോളേജുകളുണ്ടല്ലോ, ആ എയ്ഡഡ് കോളേജിലൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിലെ MLA കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷം 1 ലക്ഷവും 1.5 ലക്ഷവും ഒക്കെ ഡൊണേഷൻ കൊടുത്ത് സീറ്റ് മേടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടിലെ എയ്ഡഡ് കോളേജിൽ ഇന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സീറ്റുകളും വേക്കൻ്റ് ആണ്. ഉള്ള സീറ്റിൻ്റെ പകുതിയോളെ ഫില്ലായിട്ടുള്ളൂ. അപ്പോൾ എയ്ഡഡ് കോളേജിൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ അൺഎയ്ഡഡ് മേഖലയുടെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയധികം നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമാണ് തകരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെടുന്നു, ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാതെ പോകുന്നു എന്നുള്ളത് അതിൻ്റെ മറ്റൊരു സൈഡായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ ആളില്ല എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രയോ മേഖലകളായിരിക്കും തകരുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ബിസിനസ്സുകൾ തകരുന്നു. ആ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രികൾ തന്നെ തകർന്നു പോകാൻ കാരണമാകുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി ഇല്ലാണ്ടാവുന്നു, ഒരുപാട് ഇൻഡസ്ട്രികൾ തകർന്നു പോകുന്നു. അങ്ങനെ നമുക്ക് മൊത്തമായി നമ്മളുടെ ഒരു സാമ്പത്തിക മേഖല തകരുന്നതിന് ഇതൊരു കാരണമായി തീരുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ നാടിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനില്ലാതെ ആവുകയാണ്. ഇപ്പോൾ ഈ അടുത്തിടെ വന്ന നമ്മളുടെ ഒരു PSCയുടെ റിപ്പോർട്ട് തന്നെ എന്ന് പറയുന്നത് പല പോസ്റ്റിലേക്കും ആപ്ലിക്കൻസിൻ്റെ എണ്ണം നേരത്തേതിനേക്കാളും ലക്ഷങ്ങൾ കുറവാണെന്നാണ്. അതിപ്പോൾ പെട്ടെന്നുണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഇനി ഒരു വർഷം കഴിയുന്തോറും ഈ ട്രെൻഡിനൊരു മാറ്റം വന്നില്ല എങ്കിൽ ഇവിടെ അത്രയും വലിയ പ്രശ്നങ്ങളുണ്ടാവുകയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടാനില്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. ഈ സാമ്പത്തിക തകർച്ചയെ അല്ലാതെ ചില മാനുഷികമായ കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയാണ് മക്കളുടെ ഉത്തരവാദിത്തമല്ല പാരൻസിനെ നോക്കേണ്ടത് എന്നുള്ളത്. അതായത് മക്കളെ നമ്മൾ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവരെ എഞ്ചിനീയർ ആക്കാൻ വേണ്ടി പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം അവർ വന്ന് പാരൻസിനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള ഒരു ചിന്ത ലോകത്തെല്ലായിടത്തും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തായിരുന്നാലും എസ്പെഷ്യലി നമ്മുടെ വീടും സ്ഥലവും ഒക്കെ വിറ്റും ഉള്ളതെല്ലാം പണയം വെച്ചും ഒക്കെ വിദേശത്തേക്ക് മക്കളെ അയച്ചേക്കുന്ന ആ പാരൻസ് പോലും ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ഫിലോസഫിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അതായത് മക്കൾ ഇല്ലാത്ത ഒരു വാർദ്ധക്യകാലം, മക്കൾ വിദേശത്തായിരിക്കുകയും പാരൻസ് നാട്ടിലായിരിക്കുകയും അവരെ നോക്കാനായിട്ടോ അവരെ കെയർ ചെയ്യാനായിട്ടോ ആളുകളില്ലാത്ത ഒരു സിസ്റ്റം ഇന്ന് ഇവിടെയുള്ള ഈ തലമുറയിലെ പാരൻസിന് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരെല്ലാം വിദേശത്തേക്ക് പോവുകയും ഈ മക്കളെല്ലാം വിദേശത്തേക്ക് പോവുകയും അവരവിടെ സെറ്റിലാവുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ നാളെ ഇവരെല്ലാം ഇവിടെ വീടുകളിൽ തനിച്ചാവുമ്പോൾ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള മാനസികമായ സമ്മർദ്ദവും അവർ അനുഭവിക്കാൻ സാധ്യതയുള്ള അരക്ഷിതാവസ്ഥയും നമ്മൾ തള്ളിക്കളയേണ്ട ഒന്നല്ല. ലോകത്തിൽ മാറ്റങ്ങൾ വരികയും ഇന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകളുടെ തലമുറ പാരൻസായി നാളെ വരുമ്പോഴേക്കും ഒരു പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ ഫിലോസഫിയൊക്കെ ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇന്ന് ഈ നാട്ടിലുള്ള പാരൻസിന് അത്രയും വിശാലമായി ചിന്തിക്കാനുള്ള അത്തരം ഒറ്റപ്പെടലുകളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികമായ ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നും അതവർക്ക് വലിയ മാനസിക സമ്മർദ്ദവും ടെൻഷൻസും നമ്മുടെ നാട്ടിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതിരിക്കാൻ വയ്യ. നമ്മുടെ ഈ ചെറുപ്പക്കാരുടെ മൈഗ്രേഷൻ നമ്മുടെ നാടിനെ ഇതുപോലെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ മൈഗ്രേഷനെ തടയാനല്ല, പക്ഷേ ഇതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉള്ള നയങ്ങൾ സ്വീകരിക്കേണ്ട സമയം നമ്മളുടെ സ്റ്റേറ്റ് എടുക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളിംഗ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ ലെവലിലുള്ള മുഴുവൻ എഡ്യൂക്കേഷനെയും അപ്ഡേറ്റ് ചെയ്യുക. അതിൻ്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തണം, അതിൻ്റെ സിലബസിൽ മാറ്റം വരുത്തണം. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തി ആ രീതിയിൽ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്ന
രീതിയിൽ, അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവർക്ക് കൂടുതൽ ബേർഡൻ കൊടുക്കാതെ, കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാത്ത രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അപ്ഡേഷൻ വേണമെന്ന് പറയുന്ന സമയത്ത് നിർബന്ധമായും നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് സ്കിൽ ഡെവലപ്മെൻറ്റ്സിന് പ്രാധാന്യം കൊടുത്തിട്ട് ചെറുപ്പം മുതൽ സ്കൂളിംഗ് മുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ്സിന് പ്രാധാന്യം കൊടുക്കുകയും മറ്റ് പ്രാക്ടിക്കൽ സ്കില്ലുകൾ ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാവണം. ഒരു +2 മുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഡിഗ്രി മുതൽ എന്തായിരുന്നാലും നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ഒരു 8:30 മുതൽ ഉച്ചയ്ക്ക് ഒരു 1 മണി വരെയൊക്കെ ആ രീതിയിലേക്കൊരു സമയത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നതിന് ശേഷം അതിനുശേഷമുള്ളൊരു സമയം ഒരു 2 മണി മുതൽ വൈകുന്നേരം 6 മണി 7 മണി വരെ ഇവർക്ക് ജോലി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞ് നമ്മുടെ വിദേശ രാജ്യത്തേക്ക് പോയേക്കുന്ന ആളുകളെല്ലാം അവിടെ പോയി കഷ്ടപ്പെട്ട് രാത്രി വരെ ജോലി ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നതെങ്കിലും അവിടെ പോയേക്കുന്ന പല ആളുകളുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡിൽ പോലും അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ എല്ലാ ദിവസവും ഫ്രൈഡ് ചിക്കനും അൽഫാമും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന പല ആളുകളും അവിടെ പോയി ഒരു പീസ് ഓഫ് ചിക്കൻ കഴിക്കാൻ വേണ്ടി അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ചത്തെ നമ്മുടെ ബഡ്ജറ്റ് പ്ലാൻ തെറ്റിപ്പോകുമല്ലോ എന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കുന്ന, അത്തരം കൺട്രോളുകൾ ചെയ്ത് ജീവിക്കാൻ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മളുടെ പഠന സമയത്തിന് ശേഷമുള്ളൊരു സമയം ഇവർക്ക് ജോലി ചെയ്യാനും അവർക്ക് അതൊരു വരുമാനം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിന് ഒരു BCom പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് പഠനത്തിൻ്റെ ഭാഗമായി തന്നെ പഠനത്തിന് ശേഷം ഇവർ ഉച്ചയ്ക്ക് ശേഷം ഒരു ജോലി ചെയ്യുന്ന സിസ്റ്റം ഏതെങ്കിലും ഷോപ്പുകളിലും പമ്പുകളിലും പെട്രോൾ പമ്പുകളിലുമൊക്കെ ഇവർക്ക് അക്കൗണ്ടൻറ്റിൻ്റെ ഒരു ജൂനിയർ പോസ്റ്റിലേക്ക് ഇരിക്കുകയും അവിടുത്തെ കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യാൻ വളരെ സിമ്പിളായിട്ടൊരു BCom പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. കാരണം പലയിടത്തും 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകളൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പല ചെറിയ സ്ഥാപനങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ BCom കഴിഞ്ഞ ആളുകൾക്ക് അവിടുത്തെ അക്കൗണ്ടിങ്ങിൻ്റെ സിസ്റ്റം നോക്കാനായിട്ട് അവർക്ക് ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നിർബന്ധമാക്കി മാറ്റണം. അതായത് നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ രജിസ്ട്രേഷൻ്റെ ഭാഗമായി തന്നെ കമ്പൽസറിയാണ് അവിടെ വരുന്ന ഇത്തരം കുട്ടികൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ജോലി കൊടുക്കുകയും അവർക്ക് ഒരു ചെറിയ ശമ്പളം, ഒരുപക്ഷെ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ഒരാൾക്ക് കൊടുക്കുന്ന ശമ്പളം വേണ്ടാന്നേ, ഒരു ചെറിയ ശമ്പളം, ഒരു സ്റ്റൈപ്പൻഡ് പോലെ ഒരു എമൗണ്ട് കൊടുക്കുകയും അത് അവരുടെ പഠന ആവശ്യങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുകയും അതിൽ കുറച്ച് എമൗണ്ടൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് യൂസ്ഫുള്ളായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യുന്ന രീതിയിൽ നിർബന്ധമായും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇവർക്ക് ജോലി കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത് ഏത് കോഴ്സും ആയിക്കോട്ടെ, ആ കോഴ്സുമായി റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ജോലിയിലേക്കോ അല്ലെങ്കിൽ അതിന് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു ജോലിയിലേക്കോ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ കോഴ്സുകൾക്കും കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ജോലി ചെയ്യുന്നു എന്ന് നമ്മളെപ്പോഴും പലപ്പോഴും പരാതി പറയാറുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിന് നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. അങ്ങനെ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നു. വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തുകൂടാ? അങ്ങനെ അവർ ഇവിടെ തന്നെ ജോലി ചെയ്യുകയും നമ്മളുടെ സാമ്പത്തികമായ മേഖലയെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് ഗൾഫിലേക്ക് ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായ ഭദ്രത ഇല്ലാതാവുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പ്രവാസി പണം കൊണ്ട് നമ്മൾ മെച്ചപ്പെടുകയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല സംഭവിക്കുന്നത്. കാരണം അന്ന് ഗൾഫിലേക്ക് ആളുകൾ പോകുക എന്ന് പറഞ്ഞാൽ ജോലി തേടി ഇവിടുന്ന് പോകുന്നു, അവിടെ ചെല്ലുന്നു, അവർ അവിടെ കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്ത് അവിടെ കിട്ടുന്ന പൈസയുടെ മഹാഭൂരിപക്ഷവും നമ്മുടെ നാട്ടിലേക്ക് അയക്കുകയും നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ വിനിയോഗം നടക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ളതെല്ലാം വിറ്റ് ബാക്കിയുള്ളതെല്ലാം പണയം വെച്ച് ലക്ഷങ്ങൾ 20 ലക്ഷവും 25 ലക്ഷവും 30 ലക്ഷവും ഒക്കെ മുടക്കി വിദേശ രാജ്യത്തേക്ക് പോവുകയും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ, അത് യൂണിവേഴ്സിറ്റിയുടെ നിലവാരമോ പഠിക്കുന്ന കോഴ്സിൻ്റെ സാധ്യതകളെക്കുറിച്ചോ ഒന്നും പഠിക്കാതെ ഏതെങ്കിലും കോഴ്സിന് പോയി ജോയിൻ ചെയ്ത് എങ്ങനെയെങ്കിലും അവിടുത്തെ ആ രാജ്യത്തിൻ്റെ ഭാഗമായി മാറണമെന്നുള്ള ആഗ്രഹത്തിൽ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് അവിടെ യൂണിവേഴ്സിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ പഠിച്ച് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് ആ കോഴ്സിൻ്റെ തുടർ പഠനത്തിന് എന്തെങ്കിലും പൈസ ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ജോലി ചെയ്ത് ആ പൈസ അവിടെ തന്നെ കണ്ടെത്തുകയും അതിനുശേഷം അവിടെ തന്നെ ജോലി കണ്ടെത്തി അവിടെ തന്നെ സെറ്റിലാവുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് പൈസ അങ്ങോട്ട് പോയതല്ലാതെ ഒന്നും തിരിച്ചു വരുന്നില്ല. ഇനി ആകെ വരാൻ സാധ്യതയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഒറ്റപ്പെടുന്ന പേരൻസുകൾക്ക് വേണ്ടി നാളെ കേരളത്തിൽ പേരൻസിനെ കെയർ ചെയ്യുന്ന കെയർ ഹോമുകൾ, വിദേശ രാജ്യത്തുള്ള കെയർ ഹോമുകൾ എന്ന് വെച്ചാൽ നമ്മുടെ വൃദ്ധസദനമല്ല, അതിൻ്റെ കുറച്ചുകൂടി പരിഷ്കൃതമായ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്ന, കാരണം ഇവരുടെ മക്കൾ വിദേശത്താണ്, പൈസയുണ്ട്, അതുകൊണ്ട് ആ പൈസ ഉള്ളതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള
കെയർ ഹോമുകൾ നമ്മുടെ കേരളത്തിൽ വരികയും ആ കെയർ ഹോമിലേക്ക് ഈ പോയേക്കുന്ന കുട്ടികൾ ഏതെങ്കിലും രീതിയിൽ പൈസ അയച്ചു കൊടുത്താൽ മാത്രമേ ആ പൈസ ഏതെങ്കിലും രൂപത്തിൽ കേരളത്തിൽ തിരിച്ചു വരികയും ചെയ്യുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ് നമ്മൾ മുമ്പിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇവിടെ പഠിക്കുകയും ഈ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് ജോലി ചെയ്യാനും അവർക്ക് വരുമാനമുണ്ടാക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യുക. അത് നമ്മളുടെ സ്കിൽ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നു. അവർക്ക് ആ പർട്ടിക്കുലർ ജോലിയുമായി ബന്ധപ്പെട്ട സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അവർക്ക് നാളെ ഭാവിയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടുന്ന ഒരു സഹായമാകുന്ന ഒരു വഴിയായി അത് മാറുകയും ചെയ്യും. അതുകൊണ്ട് നിർബന്ധമായും നമ്മുടെ കോഴ്സുകളുടെ ഭാഗമായി അവർക്ക് ജോലി ചെയ്യാനുള്ള സമയം കൂടി എഡ്യൂക്കേഷൻ്റെ കരിക്കുലത്തിൻ്റെ ഭാഗമായി മാറ്റി ജോലി നിർബന്ധമാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇവിടെ പഠിച്ച് പാസ്സായി വരുന്ന നമ്മളുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ നല്ല ജോലി, നല്ല ശമ്പളത്തിൽ ജോലി കിട്ടാനുള്ള സിസ്റ്റം ഉണ്ടാക്കുക, അതായത് ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാത്തിനും മിനിമം വേജസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് 10,000 രൂപയാണ് മിനിമം ശമ്പളം എന്നാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 ഒന്നും പോരാ എന്നുള്ളത് റിയാലിറ്റി. ഞാൻ പറഞ്ഞു അങ്ങനെ ആക്കിയാൽ പോലും നമ്മുടെ നാട്ടിലെ സത്യസന്ധരായ സ്കൂൾ മാനേജ്മെൻറ്റുകളും കോളേജ് മാനേജ്മെൻറ്റുകളും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ മിനിമം വേജസ് എന്ന് പറയുന്ന ശമ്പളം ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയും ചെക്കുകളുമൊക്കെ വാങ്ങി വെച്ചിട്ട് ആ പൈസ ഇവരിൽ നിന്ന് തന്നെ ഈ ബാങ്കിൽ ഇവരറിയാതെ ഇവരിൽ നിന്ന് എടുക്കുകയും ഇവർക്ക് തുച്ഛമായ ശമ്പളം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകളും ചിന്തിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായി ഇവരെല്ലാം പോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ തന്നെ ഇല്ലാതാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമം കൊണ്ടുവരികയും മിനിമം വേജസ് എന്ന് പറയുന്നതൊക്കെ ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെയൊക്കെ ഇരട്ടിയോ 3 ഇരട്ടിയോ ആക്കി മാറ്റുകയും അങ്ങനെ എല്ലാ മേഖലയിലും ഇവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന നല്ല ശമ്പളം കിട്ടുകയും കംഫർട്ടബിൾ സോണിലാണ് ഞാൻ എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളുടെ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും ജോലിയും അതിൽ തുടർന്നുള്ള ശമ്പളവും ഒക്കെ ആക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ യുവജനതയെ ഒരു നല്ല പക്ഷത്തെ നമുക്കിവിടെ പിടിച്ചു നിർത്താൻ സാധിക്കുകയും അത് നമ്മുടെ നാടിനും നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ നാട്ടിൽ ഒരു നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം, സ്കിൽ ഡെവലപ്മെൻറ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന, അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവുകയും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ മേഖലകളിൽ പഠനത്തോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും അവർക്ക് ചെറിയ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാക്കുക. അതുപോലെ തന്നെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് സന്തോഷത്തോടു കൂടി എഡ്യൂക്കേഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും അതുപോലെ പഠനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശമ്പളത്തിൽ, അതായത് ഇന്നത്തെ മിനിമം വേജസുകൾ ഏത് മേഖലയിലായാലും അതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും വേജസ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാടിനെ വളർത്താനുള്ള ശ്രമം അത്യാവശ്യമായിട്ട് ചെയ്യുകയും അത് കൊടുക്കാൻ ഓരോ മാനേജ്മെൻറ്റുകളും ഓരോ കമ്പനികളും ഞങ്ങൾ തയ്യാറായില്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ദോഷം ഉണ്ടാവുകയും ഞങ്ങളുടെ കമ്പനി തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടി പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു റിയാലിറ്റിയെ തിരിച്ചറിഞ്ഞ് ഗവൺമെൻറ്റൊക്കെ നിഷ്കർഷിക്കാൻ പോകുന്ന ആ നല്ല ശമ്പളത്തെ കൊടുക്കാനുള്ള മനസ്സുകൂടി ഉണ്ടാവുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നാട്ടിലുള്ള ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. ഓരോ വ്യക്തികളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുന്ന കപട സദാചാരത്തിൻ്റെ ആ വൃത്തികെട്ട സ്വഭാവം നമ്മൾ മാറ്റിയാൽ നമ്മുടെ നാടിന് തന്നെ നല്ലതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി മറ്റുള്ളവരുടെ വ്യക്തി ജീവിതം അത് അവരുടെ കാര്യമാണെന്നും അത് അവർ ചെയ്തോളും, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അവരനുഭവിച്ചോളും എന്ന് ചിന്തിക്കാനുള്ള ഒരു പക്വത നമ്മുടെ നാട്ടിലെ നല്ലവരായ മനുഷ്യർക്ക് ഉണ്ടാക്കുക കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പക്ഷത്തെ നമ്മളുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുകയും അത് നമ്മുടെ നാടിനെ നാളെ ഗുണം ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.